Hey guys, Ranjit here. So welcome back to PSC Padashala. So നമ്മുടെ KAS ഫൈനൽ ആപ്പുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ലെക്ചറാണിത്. സോ ഇന്ന് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ഇതുമായി ബന്ധപ്പെട്ട് മുൻകാലത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രിലിമിനറിയിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എക്സ്ട്രാ ലീഗൽ ഡിവൈസസ് ഫോർ സെക്യൂറിംഗ് കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ? എന്താണ് ക്വസ്റ്റ്യൻ? അതായത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ എക്സ്ട്രാ ലീഗൽ ആയിട്ടുള്ള എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എക്സ്ട്രാ ലീഗൽ ഡിവൈസ് ഫോർ സെക്യൂറിംഗ് കോപ്പറേഷൻ, അതായത് സ്റ്റേറ്റുകൾക്കിടയിലുള്ള കോപ്പറേഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ബോഡി ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ അത്തരത്തിലുള്ള ബോഡി ഏതാണ്? എന്നാൽ അവ എക്സ്ട്രാ ലീഗൽ അതുപോലെ തന്നെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസസുമായിരിക്കണം. ഓക്കെ, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ അല്ലെങ്കിൽ ലീഗൽ ബോഡിയോ ആകാൻ പാടില്ല. ഓക്കെ, സോ ഇനി അടുത്തതായിട്ട് നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കാം. The National Development Council, the YNDC, then the Governors Conference, the Zonal Councils, the Interstate Council. ഇപ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇത്തരത്തിൽ ഓപ്ഷൻസ് നൽകിയതിന് ശേഷം നോക്കാം. ഇവിടെ ഓപ്ഷൻസിൽ 1 and 2, 1, 2 and 3, 3 or 4 ഇത്തരത്തിലാണ് നൽകിയിരിക്കുന്നത്. സോ ദ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് ടു റൂൾ ഔട്ട് ദ റോങ് വൺസ്, അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഓപ്ഷൻസിൽ നിന്നും എടുത്തു മാറ്റുക. അതാണ് ഏറ്റവും എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന മാർഗം. നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ. ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അതായത് ആർട്ടിക്കിൾ 263 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ എന്നുള്ളത്. പക്ഷേ ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട് അത്തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആകാൻ പാടില്ല, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതുപോലെ തന്നെ എക്സ്ട്രാ ലീഗൽ ഡിവൈസ് ആയിരിക്കണം എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ 4 എന്നുള്ളത് ഒരിക്കലും ആൻസറിൽ വരികയില്ല. അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും റൂൾ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഓപ്ഷൻ സിയിൽ 3 and 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഓപ്ഷൻ ഡിയിൽ 4 മാത്രം, 4 ഓൺലി എന്നാണ് നൽകിയിരിക്കുന്നത്. സോ ആ രണ്ട് ഓപ്ഷൻസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്തു, അത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞു. ഇനി ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നോക്കുക. ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നുകിൽ 1 and 2, 1ഉം 2ഉം ശരിയാണ്, അല്ലെങ്കിൽ 1, 2 and 3. സോ അവിടെ നിന്നും ഒരു ലോജിക്കിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. എന്തായാലും ആൻസറിൽ 1, 2 എന്നിവ ഉണ്ടാകും. ഇനി മൂന്നാമത്തേത് ഇത്തരത്തിലുള്ള ഒരു ബോഡിയാണോ എന്ന് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. സോണൽ കൗൺസിൽസ്. സോണൽ കൗൺസിൽസ് എന്നത് തീർച്ചയായിട്ടും സ്റ്റേറ്റുകൾക്കിടയിൽ കോപ്പറേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ഫോസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി തന്നെ വന്നിട്ടുള്ള ഒരു ബോഡിയാണ്. അതായത് ഇതൊരു അഡ്വൈസറി ബോഡിയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ബോഡി അല്ല, ഒരു അഡ്വൈസറി ബോഡിയാണ്. സോ ഡെഫിനറ്റ്ലി 3 അഥവാ സോണൽ കൗൺസിൽസ് എന്ന് പറയുന്നത് സ്റ്റേറ്റുകൾക്കിടയിൽ കോപ്പറേഷൻ വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ബോഡി തന്നെയാണ്. സോ വി ക്യാൻ ഈസിലി സേ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഈ രീതിയിലാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഈസ് ഇൻക്ലൂഡഡ് ഇൻ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻ്റർനാഷണൽ പീസ് അതുപോലെ സെക്യൂരിറ്റി ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏത് ഭാഗത്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസിൽ നൽകിയിട്ടുണ്ട് പ്രിയാമ്പിൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, 9th ഷെഡ്യൂൾ എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കാം. പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ 51 വഴി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ വൺ. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൊവിഷൻസ് ഇൻ ദ 5th ഷെഡ്യൂൾ ആൻഡ് 6th ഷെഡ്യൂൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ മെയ്ഡ് ഇൻ ഓർഡർ ടു. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 5ാം ഷെഡ്യൂളിലും 6ാം ഷെഡ്യൂളിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, നോക്കാം. ഇവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾ ട്രൈബ്സ്, ഡിറ്റർമൈൻ ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്, ഡിറ്റർമൈൻ ദ പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്സ്, പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദ ബോർഡർ സ്റ്റേറ്റ്സ്. ഓക്കെ, ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് 5ാം ഷെഡ്യൂൾ, എന്താണ് 6ാം ഷെഡ്യൂൾ എന്നുള്ളത് ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. സോ 5th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി ഡീൽസ് വിത്ത് ദി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ്. ഓക്കെ, ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ദിസ് ഏരിയാസ്. ഓക്കെ, and what is 6th schedule? 6th schedule of the constitution contains provisions concerning the administration of tribal areas in the state of Assam, Meghalaya, Tripura, Mizoram. അതായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള അസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഈ ഇടങ്ങളിലെ ട്രൈബൽ ഏരിയാസ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ് യഥാർത്ഥത്തിൽ 6th ഷെഡ്യൂളിലുള്ളത്. സോ സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് ആ 5th ഷെഡ്യൂൾ 6th ഷെഡ്യൂൾ എന്നുള്ളതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്? ദിസ് ഇസ് ആക്ച്വലി ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾ ട്രൈബ്സ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയി വരിക. ഓക്കെ, ഇറ്റ്സ് എ വെരി സിമ്പിൾ വൺ. നൗ ലെറ്റ്സ് മൂവ് ടു ദി 4th വൺ. ദി ഐഡിയൽ ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എൻഷ്രിൻഡ് ഇൻ ഇറ്റ്സ്. അതായത്
വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഐഡിയൽ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ചോദ്യം. അനദർ സിമ്പിൾ ക്വസ്റ്റ്യൻ, നമുക്കറിയാം ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരേണ്ട കാര്യമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി. ഓക്കെ, മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസിയിലാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഐഡിയൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ, ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് with reference to the Constitution of India, the directive principles of the state policy constitute. ഓക്കെ, ഒരല്പം ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യം. അതായത് ചുവടെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുക, അതിനുശേഷം അത് അപ്ലൈ ചെയ്ത ചില കണ്ടീഷൻസ് നൽകിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആൻസർ ചൂസ് ചെയ്യേണ്ടത്. സോ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വിത്ത് റെഫറൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ റെഫർ ചെയ്തുകൊണ്ട് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി കോൺസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റേഷൻസ് അപ്പോൺ, അതായത് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ചുവടെയുള്ളവയിൽ ഏതിലാണ് ലിമിറ്റേഷൻസ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതിൻ്റെ മേലെയൊക്കെയാണ് ലിമിറ്റേഷൻസ് അപ്ലൈ ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? ലെജിസ്ലേറ്റീവ് ഫംഗ്ഷന് മുകളിലുള്ള ഒരു ലിമിറ്റേഷൻ, ഇനി രണ്ടാമത്തേതായിട്ട് എക്സിക്യൂട്ടീവ് ഫംഗ്ഷന് മുകളിലുള്ള ഒരു ലിമിറ്റേഷൻ. ഇവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ആയിട്ട് ഓൺലി 1, ഓൺലി 2, ബോത്ത് 1 and 2, നീദർ 1 nor 2 എന്നിങ്ങനെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇനി ബേസിക്കലി എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നത് നോക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ദീസ് ആർ ആക്ച്വലി ദി ഐഡിയൽസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് വൈൽ ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് ഇനാക്ടിംഗ് ലോസ്. അതായത് നമ്മുടെ ഭരണകൂടം ലോ മേക്കിംഗ് ചെയ്യുമ്പോൾ മനസ്സിൽ വെക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ചില ഐഡിയൽസിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി പറയുന്നത്. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് ലെജിസ്ലേറ്റീവ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ നൽകുന്ന പോസിറ്റീവായിട്ടുള്ള ചില ഒബ്ലിഗേഷൻസ് ആണ് യഥാർത്ഥത്തിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലാതെ ചില ലിമിറ്റേഷൻസ് അപ്ലൈ ചെയ്യുന്ന ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഇല്ല. രാജ്യം നിയമനിർമ്മാണം നടത്തുമ്പോൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള എക്സിക്യൂട്ടീവായിട്ടുള്ള ലെജിസ്ലേറ്റീവായിട്ടുള്ള പ്രോസസ്സുകളിൽ വേണ്ട പോസിറ്റീവായിട്ടുള്ള ചില ഒബ്ലിഗേഷൻസ്, ഇതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുമുള്ള ലിമിറ്റേഷൻസ് അപ്ലൈ ചെയ്യുന്ന ഒന്നല്ല ഇത്. So obviously option D is the correct answer here. Now let's move to the next one, the sixth question. Which of the following statements is or are true of the following fundamental duties of an Indian citizen? ചുവടെയുള്ളവയിൽ ഏതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇന്ത്യൻ സിറ്റിസൻ്റെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള കാര്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിരിക്കുന്നു, എ ലെജിസ്ലേറ്റീവ് പ്രോസസ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ടു എൻഫോഴ്സ് ദീസ് ഡ്യൂട്ടീസ്. അതായത് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രൊവിഷൻ ഉണ്ട്. ഇനി രണ്ടാമത്തേതായിട്ട് ദേ ആർ കോറിലേറ്റീവ് ടു ലീഗൽ ഡ്യൂട്ടീസ്, നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തത്തിനോട് കോറിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇതാണ് രണ്ട് പ്രൊവിഷൻസ് നൽകിയിരിക്കുന്നത്. ഇനി ആൻസറായിട്ട് സ്വാഭാവികമായിട്ടും ഓൺലി 1, ഓൺലി 2, ബോത്ത് 1 and 2, നീദർ 1 nor 2 എന്നിങ്ങനെയൊക്കെ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രസൻ്റ്ലി ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ലീഗൽ എൻഫോഴ്സ്മെൻറ്റ് നൽകുന്ന രീതിയിലുള്ള പ്രൊവിഷൻസ് ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഹ്യൂമാനിസം പ്രാക്ടീസ് ചെയ്യുന്നതിനോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒന്നും തന്നെ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഇതിനില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് നൽകിയിരുന്നത്? സോ ഒന്നാമത്തേത് റോങ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് എന്താണ്? ദേ ആർ കോറിലേറ്റീവ് ടു ലീഗൽ ഡ്യൂട്ടീസ്. നിയമപരമായിട്ടുള്ള ചില ഡ്യൂട്ടീസിന് ഇത് കോറിലേറ്റീവ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. കാരണം നോക്കാം, വളരെ ഈ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ യഥാർത്ഥത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡ്യൂട്ടീസ് ആയിട്ടുള്ള വോട്ട്, കാസ്റ്റിംഗ് വോട്ട്, അല്ലെങ്കിൽ പേയിങ് ടാക്സസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ലീഗൽ ഡ്യൂട്ടീസിന് കോറിലേറ്റീവ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. സോ എഗെയിൻ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും റോങ് ആണ്. ഇവിടെയും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അതായത് നീദർ 1 nor 2. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദി സെവൻത്ത് വൺ. ദ മൈൻഡ് ഓഫ് ദ മേക്കേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് റിഫ്ലക്റ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേക്കേഴ്സിൻ്റെ മൈൻഡിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏത് ഭാഗത്താണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗത്താണ് കാണാൻ സാധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ മൈൻഡ് ഓഫ് ദ മേക്കേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് റിഫ്ലക്റ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. അത് പ്രിയാമ്പിളിലാണോ, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണോ, അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണോ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലാണോ എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി ഇറ്റ്സ് എൻ ഈസി വൺ, ദ പ്രിയാമ്പിൾ എന്നുള്ളതാണ് ആൻസർ. അതിൻ്റെ ഒരു വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അതായത് കൃഷ്ണസ്വാമി അയ്യർ
ഹു വാസ് ആക്ച്വലി എ മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ദ പ്രിയാമ്പിൾ ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്രസസ് വാട്ട് വി ഹാഡ് തോട്ട് ഓഫ് ഓർ ഡ്രംഡ് ഫോർ സോ ലോങ്. ഓക്കെ, അതായത് ഒരുപാട് കാലത്തെ സ്വപ്നമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോട്ടോ ആണ് യഥാർത്ഥത്തിൽ പ്രിയാമ്പിളിൽ, അതായത് ഈ ഒരു ഭരണഘടനയുടെ നിർമ്മാതാക്കളിലുള്ള അത്തരത്തിലുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് നമ്മുടെ പ്രിയാമ്പിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സോ അത് വളരെ ഇതിനെ യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. നൗ ലെറ്റ്സ് മൂവ് ടു ദി 8th വൺ. ഇക്കണോമിക് ജസ്റ്റിസ് ആസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ. അതായത് ഇക്കണോമിക് ജസ്റ്റിസ് ഒരു ഒബ്ജക്റ്റീവായി പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒബ്ജക്റ്റീവായി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഇക്കണോമിക് ജസ്റ്റിസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. സോഷ്യൽ ഇക്കണോമിക് കണ്ടീഷൻസിൻ്റെ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുക, അതുവഴി ഒരു വാട്ട് വി ക്യാൻ സേ ദി എയിം ഇസ് ആക്ച്വലി ടു എസ്റ്റാബ്ലിഷ് എ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസി ത്രൂ എ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. സോ സ്വാഭാവികമായിട്ടും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നത് ആൻസറിൽ വരും. ഇനി അത്തരത്തിൽ വരുന്ന ഏതൊക്കെ ഓപ്ഷൻസ് ആണുള്ളതെന്ന് നോക്കാം. ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയുമാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതല്ല എങ്കിൽ പ്രിയാമ്പിൾ ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, നമ്മുടെ പ്രിയാമ്പിളിലുള്ള അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്നാണ്. ഓക്കെ, സോ വളരെ സ്വാഭാവികമാണ് പ്രിയാമ്പിളും അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുമാണ് യഥാർത്ഥത്തിൽ ഇക്കണോമിക് ജസ്റ്റിസ് എന്ന ഒരു ഒബ്ജക്റ്റീവ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈസിലി ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ, now let's move to the 9th question. Which principle among the following was added to the directive principles of state policy by the 42nd amendment to the constitution? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 42nd amendment of the constitution എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഫേമസ് ആണ്. സോ ഇതുവഴി ചുവടെയുള്ളവയിൽ ഏത് പ്രൊവിഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ആഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഓക്കെ, ഒരല്പം റെയർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സാധാരണഗതിയിൽ 42nd amendmentuമായി ബന്ധപ്പെട്ട് വരുന്നത് നമ്മൾ സാധാരണ വായിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില പ്രൊവിഷൻസിൻ്റെ അഡീഷനാണ്. എന്നാൽ ഇവിടെ നോക്കാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് എന്നിങ്ങനെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. 4 പ്രൊവിഷൻസ് ആണ്, അതായത് 4 പ്രിൻസിപ്പിൾസ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് അതിൻ്റെ ഒറിജിനൽ ലിസ്റ്റിലേക്ക് ഈ ഒരു 42nd amendment വഴി ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെയുള്ള ഓപ്ഷൻസിൽ വരുന്ന ഒന്നാണ് ടു ടേക്ക് സ്റ്റെപ്സ് ടു സെക്യൂർ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്, അതായത് ആർട്ടിക്കിൾ 43A പ്രകാരം ആഡ് ചെയ്തിട്ടുള്ള ടു ടേക്ക് സ്റ്റെപ്സ് ടു സെക്യൂർ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ. Amendments state that the total number of ministers, including the Prime Minister, in the Council of Ministers shall not exceed 15% of the total number of members of the House of the People. അതായത് ചുവടെയുള്ളവയിൽ ഏത് അമെൻമെൻ്റ് ആണ് ഇത്തരത്തിലുള്ളൊരു പ്രൊവിഷൻ കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ എണ്ണം യഥാർത്ഥത്തിൽ 15% മുകളിൽ, ഹൗസ് ഓഫ് പീപ്പിൾ മെമ്പേഴ്സിൻ്റെ ടോട്ടൽ നമ്പേഴ്സിൻ്റെ ഒരു 15% മുകളിലാകാൻ പാടില്ല ഇത്തരത്തിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ എണ്ണം എന്നുള്ള ഈ പ്രൊവിഷൻ കൊണ്ടുവന്നത് ഏത് അമെൻമെൻറ്റ് വഴിയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു പ്രൊവിഷൻ ആഡ് ചെയ്യപ്പെട്ടത് ദിസ് ഈസ് ആക്ച്വലി ദ 91st Amendment Act of 2003. 2003 91ാമത് ഭേദഗതി വഴിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യെസ്, സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. യെസ്, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ലെക്ചറിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഈ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് സോൾവ് ചെയ്യുക, അതിനുശേഷം ഈ ലെക്ചേഴ്സ് കണ്ട് ഇതിൻ്റെ വസ്തുതകളെല്ലാം തന്നെ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ഈ രീതിയിലുള്ളൊരു ലോജിക്കൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്തരം വിഭാഗങ്ങളിൽ നിന്നും വരിക. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക. സോ നിങ്ങൾ ഇതുവരെ PSC പാഠശാലയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭ്യമാവും. അതിൽ ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ നമ്മൾ ആ ഒരു ചാനലിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. സോ പ്ലീസ് ഡു ജോയിൻ ഇഫ് യു ഹാവൻറ്റ്. സോ ഈ ഒരു ലെക്ചർ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്, ആൻഡ് ഇഫ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ ദെൻ പ്ലീസ് ഡു സബ്സ്ക്രൈബ് as well. So thank you so much for watching and I wish you all the best.